ഹജ്ജ് കഴിഞ്ഞു. ഹാജിമാരെല്ലാം മടക്കയാത്രയുടെ തിരക്കിലാണ്. അപ്പോഴും അവർക്ക് സേവനവുമായി എത്തുകയാണ് മക്കയിലെ മലയാളി സന്നദ്ധ സംഘടനകൾ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഓരോ ഹജ്ജ് കാലത്തും പുണ്യഭൂമിയിൽ എത്തുന്നത്. ഈ തീർത്ഥയാത്രയ്ക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. മക്കയിലെത്തുന്ന തീർത്ഥാടകരെ മുഴുവൻ വിരുന്നൊട്ടി സ്വീകരിക്കാറുണ്ട് മക്കക്കാർ. ളുയൂഫുർ റഹ്മാൻ അഥവാ ദൈവത്തിന്റെ അതിഥികളായാണ് ഹാജിമാരെ വിശ്വാസികൾ പരിഗണിക്കുന്നത്. അവർക്ക് നൽകുന്ന ചെറു സേവനത്തിന് പോലും വലിയ പുണ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം. വർഷങ്ങളായി മക്കയിൽ ജോലി ചെയ്യുന്ന പ്രവാസികളും അവരുടെ കുടുംബങ്ങളും കാലങ്ങളായി ഈ സേവനത്തിൽ പങ്കാളികളാകാറുണ്ട്. കഴിഞ്ഞ വർഷം അനധികൃതമായി നിരവധി പേർ മക്കയിലേക്ക് ഹജ്ജ് ചെയ്യാനെത്തിയതിനാൽ ഇത്തവണ കർശനമായിരുന്നു മക്കയിലേക്കുള്ള പ്രവേശനം. ഇതിനാൽ തന്നെ മലയാളി ഹാജിമാർക്കും വേണ്ടവിധം സേവനത്തിന് ഇറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ഹജ്ജിന് മുന്നേയുള്ള സമയത്തും ഹജ്ജിന് ശേഷവുമാണിപ്പോൾ സേവനം സജീവമാകുന്നത്. KMCC ഉൾപ്പെടെയുള്ള ചില സംഘടനകൾ അറഫ, മിന, മുസ്തലിഫ എന്നിവിടങ്ങളിലും സേവനവുമായി രംഗത്തിറങ്ങിയിരുന്നു. ഹജ്ജിനുള്ള ഈ സേവനത്തിനുള്ള ഒരുക്കങ്ങൾ റമദാൻ കഴിയുന്നതോടുകൂടി തന്നെ ആരംഭിക്കും. ആദ്യ ഹാജിമാർ രാജ്യത്ത് കാലുകുത്തിയാൽ അതുമുതൽ സേവനകാലമാണ്. ഇത്തവണ പരിമിതിക്ക് അകത്താണ് ഓരോ സംഘടനകളും സേവനങ്ങൾ നടത്തിയത്. ആദ്യ ഹാജിമാർ വന്ന സമയത്ത് നമ്മൾ അവർക്ക് മുസല്ലയും അതുപോലെ തന്നെ തസ്ബീഹ്മാലയും ഖുർആനും അടങ്ങുന്ന കിറ്റ് കൊടുത്തുകൊണ്ടാണ് അവരെ സ്വീകരിച്ചത്. അതിനുശേഷം ഭക്ഷണ സാധനങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് അവർക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും കഞ്ഞിയും അതുപോലെ തന്നെ ഈത്തപ്പഴവും. ഇപ്പോൾ ഇന്നും അതുപോലെ അടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് കൊടുക്കാനുള്ളത് പഴം, അതുപോലുള്ള മറ്റ് ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ തന്നെ പച്ചക്കറികളുമാണ്. അപ്പോൾ ഇതൊക്കെ കൊടുത്തുകൊണ്ട് നാട്ടിൽ നിന്ന് വരുന്ന തീർത്ഥാടകരെ സ്വീകരിച്ചാണ് സേവന പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. വെള്ളം വിതരണം ചെയ്യുവാനും ജ്യൂസുകൾ, അതോടൊപ്പം തന്നെ കുടകൾ, അതോടൊപ്പം തന്നെ വിശറികൾ എന്നീ ചെരുപ്പുകൾ എന്നീ സാധനങ്ങൾ ഹാജിമാർക്ക് വിതരണം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ സാധിച്ചിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ കഞ്ഞി വിതരണത്തിനാണ് ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതെല്ലാം ഉപരി എത്രയോ 200ഓളം വീൽ ചെയറുകൾ നമുക്ക് ഇവിടെ കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ചിട്ട് രോഗികളായ ആൾക്കാർക്ക് വേണ്ടിയിട്ട്. ഉംറ നിർവഹിപ്പിക്കുന്നതും ചരിത്ര സ്ഥലങ്ങൾ കാണിക്കുന്നതും ഉൾപ്പെടെ സേവനങ്ങൾ പലതാണ്. അസീസിയ മേഖലയും അതുപോലെ തന്നെ മിന, അതുപോലെ അറഫ, മുസ്ദലിഫ. മിനയിൽ 11, 12, 13 എല്ലാ വിഭാഗം ആളുകൾ ഉണ്ടാകാറുണ്ട്. ഞങ്ങളുടെ സഹോദര കുടുംബങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും അറഫയിലാണ് കാര്യമായിട്ട് വിഖാഡ പ്രവർത്തകർ 10-30ഓളം വരുന്ന പ്രവർത്തകർ വിവിധ ടെൻറ്റുകളിലായി ഹാജിമാർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യാൻ വേണ്ടി തയ്യാറായി എത്തുകയും വളരെ മനോഹരമായി എല്ലാവരുടെ കയ്യിലും ഭക്ഷണം എത്തിക്കുന്ന രീതിയിലുള്ള സേവനങ്ങൾ ചെയ്യുകയും ചെയ്തിട്ട് അൽഹംദുലില്ലാഹ് ഇതൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. ഓരോ ദിവസവും ഭക്ഷണ വിതരണത്തിനെത്തുന്ന വളണ്ടിയർമാരും ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ എത്തിക്കൽ, കഞ്ഞി വിതരണം, പച്ചക്കറി വിതരണം തുടങ്ങിയ ഓരോ മേഖലകളിലും വിവിധ ഷെഡ്യൂളുകളായി ഓരോ ഗ്യാങ്ങിനെ നിർത്തിക്കൊണ്ട് നമ്മുടെ പ്രവർത്തനം ഏകോപിപ്പിച്ച് മുമ്പോട്ട് പോവുകയാണ്. ഹജ്ജ് ദിനങ്ങളിൽ ഏറെ അനിശ്ചിതത്വത്തിലായിരുന്നു സേവന പ്രവർത്തനങ്ങൾ. എങ്കിലും പരിമിതികൾക്കകത്തു നിന്നുകൊണ്ട് KMCC ഉൾപ്പെടെയുള്ള സംഘടനകൾ സേവനത്തിനിറങ്ങി. KMCCയുടെ 100 കണക്കിന് ഭടന്മാർക്ക് ഈ വർഷം സേവനം ചെയ്യാൻ സാധിച്ചു. അത് പ്രത്യേക അനുമതി നേടിയിട്ടാണ് നമ്മുടെ മിനയിലും അറഫയിലും മുസ്തലിഫയിലും സേവനം ചെയ്തത്. KMCCയുടെ സേവനം ഹജ്ജാജിമാർക്ക് വലിയ ആശ്വാസമാണ്. മിനയിലും അതുപോലെ തന്നെ മുസ്തലിഫയിലും അറഫയിലുമൊക്കെ ലഭിക്കാൻ സാധിച്ചത്. വിശിഷ്യ കേരളത്തിൽ നിന്നുള്ള മലയാളി ഹാജിമാർ, അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഹാജിമാർ, അതുപോലെ തന്നെ മംഗലാപുരത്തു നിന്നുള്ള ഹാജിമാർക്കൊക്കെ KMCCയുടെ കഞ്ഞി അങ്ങേയറ്റം ഇഷ്ടപ്പെടുകയുണ്ടായി. 1 ലക്ഷത്തിലധികം കഞ്ഞികളാണ് മീനായിൽ നമുക്ക് വിതരണം ചെയ്യാൻ സാധിച്ചത്. 3 ദിവസവും KMCCക്ക് പ്രത്യേകം അനുവദിച്ച തമ്പിലാണ് നമ്മൾ കഞ്ഞി വിതരണം നടത്തിയത്. അതുപോലെ തന്നെ വീൽ ചെയറിൽ സ്വന്തമായി കല്ലെറിയാൻ പോകാൻ സാധിക്കാത്ത അജ്ജുമ്മമാർക്ക് വീൽ ചെയർ വിങ് 50ഓളം വരുന്ന വളണ്ടിയർമാർ 3 ദിവസങ്ങളിലായി 150 ആളുകളെയാണ് വീൽ ചെയറിൽ
കല്ലെറിയാൻ വേണ്ടി അവരെ മിനായിലേക്ക് ജംറയിലേക്ക് കൊണ്ടുപോയത്. രോഗികളായവരെ ചികിത്സിക്കാനുള്ള സഹായത്തിനും വളണ്ടിയർ സംഘങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മക്ക ഓയസിസ് നേതൃത്വത്തിൽ ഒരു മെഡിക്കൽ വിങ് ഇവിടെ ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നിലനിൽക്കുകയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. കുടുംബത്തോടെയാണ് പലരും സേവനങ്ങൾക്കായി ഇറങ്ങുന്നത്. അതുപോലെ തന്നെ അവർക്ക് അവിടെ വരുമ്പോൾ ഭാഷാ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഞങ്ങളിങ്ങനെ കുടുംബമായിട്ടാണ് ഈ രംഗത്ത് ഇറങ്ങുന്നത്. കുട്ടികളും ഹസ്ബൻഡ് എല്ലാവരും കൂടെ ഒന്നിച്ചാണ് കുടുംബമായിട്ടാണ് ഈ പ്രവർത്തനത്തിന് ഇറങ്ങുന്നത്. വെള്ളിയാഴ്ചകളിൽ ഹറമിലേക്കെത്താൻ ഹാജിമാർക്ക് തിരക്കേറെയാണ്. ഈ സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങളും ഉണ്ടാകാറ്. അത്തരം ദിനങ്ങളിലെല്ലാം ഹാജിമാർക്കായി പ്രത്യേക സേവനം തന്നെ വളണ്ടിയർ സംഘങ്ങൾ നടത്തും. ഹജ്ജ് സേവനം കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ വെള്ളിയാഴ്ച തന്നെ ഏറ്റവും കൂടുതൽ തിരക്കനുഭവപ്പെടുന്ന ഇന്നത്തെ ജുമാ ശേഷം KMCCയുടെ വളണ്ടിയർമാർ സേവനം ചെയ്തത് ആ ഹാജിമാർ ജുമാ കഴിഞ്ഞ് വരുന്ന ഹാജിമാർക്ക് കുടിവെള്ളം നൽകിയും അതുപോലെ തന്നെ ചെരുപ്പ് നഷ്ടപ്പെട്ടവർക്ക് ചെരുപ്പ് നൽകിയും അതുപോലെ തന്നെ വെയിലിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള കുട നൽകിയും വളരെ സേവന പ്രവർത്തനമാണ് വളണ്ടിയർമാർ നടത്തുന്നത്. അതുപോലെ തന്നെ ഖുദായ് പാർക്കിലേക്കുള്ള ക്ലോക്ക് ടവറിന് താഴെ നിന്ന് ബസ് കയറുന്നതിന് വേണ്ടി അവർ സഹായിക്കുകയും അതുപോലെ തന്നെ ഖുദയിൽ വേറൊരു വിങ് ഖുദയിൽ നിന്ന് അസീസിയ ഭാഗത്തേക്ക് പോകുന്ന ഹാജിമാർക്ക് ആവശ്യമായ കുടിവെള്ളം നൽകിയും അസീസിയയിലേക്ക് ബസ് കയറുന്നതിന് വേണ്ടി അവരെ സഹായിക്കുന്ന ഒരു വിങ് അവിടെ പ്രവർത്തിക്കുമ്പോൾ അതുപോലെ തന്നെ അൽജിയാദിൽ മസ്കൂത്ത് വഴി അസീസിയയിലേക്കും പോകുന്ന ഹാജിമാരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വിങ് കൂടി പ്രവർത്തിക്കുന്നു. അതുതന്നെ വളരെ സജീവമായി വ്യവസ്ഥാപിതമായ രീതിയിലാണ് KMCCയുടെ ഹജ്ജ് സേവന രംഗത്ത് വളണ്ടിയർമാർ സേവനം ചെയ്യുന്നത്. കേരളത്തിലെ മതരാഷ്ട്രീയ സംഘടനകളുടെ സൗദിയിലെ പോഷക ഘടകങ്ങളാണ് വിവിധ നിറങ്ങളിലുള്ള ജാക്കറ്റ് അണിഞ്ഞ് ഇങ്ങനെ സേവനത്തിനെത്തുന്നത്. ഹാജിമാരെയെല്ലാം സമ്മാനങ്ങൾ നൽകി നാട്ടിലേക്ക് തിരിച്ചയക്കുന്നതോടെയാണ് സേവനങ്ങൾക്ക് അവസാനമാകുക. ഇത്തവണ മലയാളി ഹാജിമാരെല്ലാവരും തന്നെ മദീന വഴിയാണ് മടങ്ങുന്നത്. വ്യത്യസ്ത സംഘങ്ങളായി മദീനയിലെത്തും. അവിടെ നിന്നും 8 ദിനം പൂർത്തിയാക്കിയ ശേഷമായിരിക്കും നാട്ടിലേക്കുള്ള മടക്കം. സ്വകാര്യ ഗ്രൂപ്പിലെ ഹാജിമാർ നേരത്തെ തന്നെ നാട്ടിലേക്ക് മടങ്ങി തുടങ്ങിയിട്ടുണ്ട്.